നമസ്കാരം. ഫുട്ബോൾ എന്ന കളിയുടെ യഥാർത്ഥ സൗന്ദര്യം നിലകൊള്ളുന്നത് അതിൻ്റെ അനിശ്ചിതത്വത്തിലാണ്. കാരണം ഇതൊരു ഗണിതശാസ്ത്രമല്ല. വിജയത്തിലേക്ക് നയിക്കുന്ന ഒറ്റമൂലിയായ ഒരു ബ്ലൂ പ്രിന്റും ഈ കളിക്കളത്തിൽ നിലവിലില്ല. 2026 ഫിഫ ലോകകപ്പിൽ ചൊവ്വാഴ്ച ടെക്സസിലെ അർലിംഗ്ടണിൽ നടക്കാൻ പോകുന്ന പോരാട്ടം വെറുമൊരു 22 പേർ പന്തിന് പിന്നാലെ ഓടുന്ന ഒരു സാധാരണ മത്സരം മാത്രമല്ല, മറിച്ച് അത് ലോക ഫുട്ബോളിലെ തികച്ചും വ്യത്യസ്തവും പരസ്പരം വിരുദ്ധവുമായ രണ്ട് തത്വചിന്തകളുടെയും കളിശൈലികളുടെയും നേർക്കുനേരെയുള്ള ഒരു യുദ്ധമാണ്. ആത്യന്തികമായി ഈ രണ്ട് വ്യത്യസ്ത ദർശനങ്ങളിൽ നിന്ന് ഒന്ന് മാത്രമേ ലോകകപ്പ് വേദികളിൽ വിജയിച്ച് മുന്നേറുകയുള്ളൂ. കളിക്കളത്തിൽ അനിയന്ത്രിതമായ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഫ്രാൻസിൻ്റെ ആക്രമണനിരയും വ്യക്തിഗത പ്രതിഭയേക്കാൾ ടീമിൻ്റെ അച്ചടക്കത്തിന് മുൻഗണന നൽകുന്ന സ്പെയിനും തമ്മിൽ മാറ്റുരയ്ക്കുമ്പോൾ ഫുട്ബോൾ ലോകം ഒരു അപൂർവ ദൃശ്യവിരുന്നിനാകും സാക്ഷ്യം വഹിക്കുക. ഈ ലോകകപ്പിൽ ഫ്രാൻസിൻ്റെ മുന്നേറ്റങ്ങളെ സജീവമാക്കുന്നത് അവരുടെ മുൻനിരയിലെ 4 പ്രതിഭകളാണ്: കിലിയൻ എംബാപ്പെ, ഡെസിറേ ഡുവ, ഉസ്മാൻ ഡെംബാലെ, മൈക്കൽ ഒലീസ്. കളിയിൽ കർശനമായ നിയന്ത്രണങ്ങളെക്കാൾ തങ്ങളുടെ സർഗാത്മകത പൂർണ്ണമായി പുറത്തെടുക്കാൻ സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ മാത്രം അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന കളിക്കാരാണിവർ. ചരിത്രപരമായി വിപ്ലവങ്ങളെയും റിയലിസത്തെയും പുതിയ തരംഗങ്ങളെയും നെഞ്ചേറ്റിയ ഒരു ജനതയുടെ സ്വഭാവത്തിന് തികച്ചും അനുയോജ്യമായ കളിശൈലിയാണ് ഫ്രാൻസ് ഇത്തവണ പുറത്തെടുത്തിരിക്കുന്നത്. നിലവിൽ ലോകകപ്പിൽ ലക്ഷ്യത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഷോട്ടുകൾ ഉതിർത്തതിലും അസിസ്റ്റുകളുടെ കാര്യത്തിലും ഫ്രാൻസ് ഒന്നാമതാണ്. എന്നാൽ ഫ്രഞ്ച് പരിശീലകൻ ദിദിയർ ദശാംസ് എക്കാലത്തും ആക്രമണ ഫുട്ബോളിൻ്റെ വക്താവായിരുന്നില്ല എന്ന കാര്യം കൂടി പരിഗണിക്കണം. 1998 കളിക്കാരനായും 2018 പരിശീലകനായും അദ്ദേഹം ലോകകപ്പ് കിരീടം നേടിയത് ശക്തമായ പ്രതിരോധ കോട്ടകളുടെ ബലത്തിലായിരുന്നു. എന്നാൽ 2024 യൂറോ കപ്പിൽ ഫ്രാൻസ് ആകെ നേടിയ 4 ഗോളുകളിൽ 2 എതിരാളികളുടെ വകയായിരുന്നു. 1 പെനാൽറ്റിയുമായിരുന്നു. ആക്രമണ പ്രതിഭകളുടെ ഒരു വലിയ നിര തന്നെയുള്ള ഫ്രാൻസിന് ഈ വിരസമായ ശൈലി ഒട്ടും സ്വീകാര്യമായിരുന്നില്ല. ഇതോടെ ദശാംസ് തൻ്റെ ശൈലി മാറ്റാൻ നിർബന്ധിതനായി. ഈ പരിണാമത്തിൽ നിന്നാണ് റിലേഷണലിസം അഥവാ കളിക്കാർ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പുതിയ തത്വചിന്ത രൂപപ്പെടുന്നത്. കളിക്കളത്തിൽ മുൻകൂട്ടി നിശ്ചയിച്ച കർശനമായ പൊസിഷനുകളിൽ ഒതുങ്ങി നിൽക്കാതെ കളിക്കാർക്ക് എങ്ങോട്ട് വേണമെങ്കിലും നീങ്ങാനും പരസ്പര ധാരണയോടെ സർഗാത്മകത പുലർത്താനുമുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഇതിലൂടെ ലഭിക്കുന്നു. ഓരോ മത്സരത്തിലും വ്യത്യസ്തമായ കോമ്പിനേഷനുകളിലൂടെ എതിരാളികളെ ആശയക്കുഴപ്പത്തിലാക്കാൻ ഫ്രാൻസിന് ഇതിലൂടെ സാധിക്കും. മൊറോക്കോയ്ക്കെതിരെ എംബാപ്പയും പരാഗ്വയ്ക്കെതിരെ ഡെംബലയും ആക്രമണത്തിൻ്റെ കുന്തമനായപ്പോൾ നോർവയ്ക്കെതിരെ ഇരുവരും ഇരട്ട സ്ട്രൈക്കർമാരായി മാറി. ഈ ശൈലിയിൽ മുന്നേറ്റ നിരയിലുള്ള കളിക്കാർ ഒരേ ഫുട്ബോൾ ഭാഷ സംസാരിക്കുന്നവരായിരിക്കണം എന്നത് നിർണായകമാണ്. ഇത്തവണ 9 ആക്രമണ കളിക്കാരുമായിട്ടാണ് ദശാംസ് എത്തിയിരിക്കുന്നത്. എംബാപ്പെ ഗോളടിയിലും ഒലീസ് അസിസ്റ്റിലും മുന്നിൽ നിൽക്കുമ്പോൾ ഡെംബാലെ ഹാട്രിക്ക് വരെ നേടിയിട്ടുണ്ട്. പിൻനിരയിലെ 6 കളിക്കാർ പ്രതിരോധത്തിൻ്റെ ഭാരം ചുമക്കുമ്പോൾ മുൻനിരയിലുള്ള 4 കുതിരകൾ തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മൈതാനത്ത് വിഹരിക്കുകയാണ് ചെയ്യുന്നത്. ഫ്രാൻസിൻ്റെ ഈ കളിശൈലിക്ക് തികച്ചും വിപരീത ദിശയിലാണ് സ്പെയിനിൻ്റെ സ്ഥാനം. സ്പാനിഷ് പരിശീലകൻ ലൂയിസ് ഡീല ഫ്യൂൻഡയുടെ സിസ്റ്റത്തിൽ ആർക്കും തങ്ങൾക്ക് തോന്നിയതുപോലെ കളിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. കൗമാര വിസ്മയം ലാമിൻ യമാൽ പോലും ഇതിൽ നിന്ന് ഒഴിവല്ല. ഈ വർഷം കളിച്ച 10 മത്സരങ്ങളിൽ ഒന്നിൽ പോലും തോൽക്കാത്ത സ്പെയിൻ ആകെ വഴങ്ങിയത് വെറും 3 ഗോളുകൾ മാത്രമാണ്. ഈ ലോകകപ്പിലെ 6 മത്സരങ്ങളിൽ നിന്ന് വെറും 1 ഗോൾ മാത്രമാണ് സ്പാനിഷ് പ്രതിരോധം ഭേദിച്ച് വലയിലെത്തിയത്. ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റെക്കോർഡായ 650 മിനിറ്റാണ് ഗോൾ കീപ്പർ ഉനായ് സിമോൺ തൻ്റെ വല കാത്തു സൂക്ഷിച്ചത്. ഫ്രാൻസ് വൈവിധ്യങ്ങളിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ സ്പെയിൻ വിശ്വസിക്കുന്നത് ആവർത്തനത്തിലാണ്. അവരുടെ പാസിംഗ് ശൈലി ഓരോ മത്സരത്തിലും കൃത്യതയോടെ ആവർത്തിക്കപ്പെടുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ടീം എന്നതാണ്. വ്യക്തിഗത പ്രതിഭയേക്കാൾ കൂട്ടായ്മയ്ക്കാണ് എപ്പോഴും മുൻഗണന നൽകേണ്ടത്. വലിയ ടൂർണമെൻറ്റുകൾ ജയിക്കാൻ വ്യക്തിഗത പ്രതിഭ മാത്രം പോരാ. അത് നിങ്ങളെ ചില മത്സരങ്ങൾ ജയിപ്പിച്ചേക്കാം, പക്ഷേ കിരീടം നേടിത്തരില്ല എന്ന് ഡീല ഫ്യൂൻഡെ തൻ്റെ തത്വചിന്തയെ വ്യക്തമാക്കിക്കൊണ്ട് പറയുന്നു. 2010 ലോകകപ്പ് നേടിയ വിൻസെൻ്റ് ഡെൽ ബോസ്കോയുടെ അതേ കൂട്ടായ്മയുടെ തത്വചിന്തയെ തന്നെയാണ് ഡീലാൻ്റെ ഫ്യൂൻഡെയും മുറുകെ പിടിക്കുന്നത്. ആക്രമണത്തിൻ്റെ തുടക്കത്തിലും ഇരു ടീമുകളും വ്യത്യസ്തമായ വഴികളാണ് സ്വീകരിക്കുന്നത്. വിങ്ങുകളിലൂടെയുള്ള ആക്രമണത്തിന് ഫ്രാൻസ് മുൻഗണന നൽകുമ്പോൾ സ്പെയിൻ കൂടുതൽ ആക്രമണം നയിക്കുന്നത് മിഡ്ഫീൽഡിലെ തങ്ങളുടെ ബാലൻഡിയോർ ജേതാവിലൂടെയാണ്. സ്പെയിനിൻ്റെ ആക്രമണങ്ങൾ 42% മധ്യനിരയിലൂടെ കടന്നുപോകുമ്പോൾ ഫ്രാൻസിൻ്റേത് അത് 34.1% മാത്രമാണ്. വ്യക്തിഗത പ്രതിഭകളുടെ തത്സമയ ബന്ധങ്ങളും ഫ്ലൂയിഡിറ്റിയും കൊണ്ട് ടൂർണമെൻറ്റ് ജയിക്കാമെന്ന് എംബാപ്പയും കൂട്ടരും തെളിയിക്കാൻ ശ്രമിക്കുമ്പോൾ അച്ചടക്കമുള്ള കൂട്ടായ്മയിലൂടെ മാത്രമേ കിരീടം നേടാനാകൂ എന്ന് സ്പെയിൻ വാദിക്കുന്നു. 2 തനതായ ശൈലികൾ തമ്മിലുള്ള ഈ അത്യപൂർവ പോരാട്ടം ഫുട്ബോൾ പ്രേമികൾക്ക് ഒരു ദൃശ്യവിരുന്ന് തന്നെയായിരിക്കും സമ്മാനിക്കുക. കളിക്കളത്തിലെ ബന്ധങ്ങളിൽ വിശ്വസിക്കുന്ന ഫ്രാൻസും കളിയിലെ ഓർഗനൈസേഷനിൽ വിശ്വസിക്കുന്ന സ്പെയിനും നേർക്കുനേർ വരുമ്പോൾ ആർലിംഗ്ടണിലെ മത്സരത്തിൻ്റെ ഫുൾ ടൈം വിസിലിന് ശേഷം
ഒരൊറ്റ തത്വചിന്തയ്ക്ക് മാത്രമേ ലോകകപ്പ് സ്വപ്നങ്ങളുമായി മുന്നോട്ട് പോകാനാകൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.